അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ തീരത്തടിഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളി ചെറിയേഴിക്കൽ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നർ ഒഴിഞ്ഞ നിലയിലായിരുന്നു. ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവർ സ്ഥലത്തെത്തി. കൂടുതൽ വിവരങ്ങൾ കണ്ണൻ നായർ നൽകും. കണ്ണൻ, ഈ കണ്ടെയ്നറുകൾ ഏതെങ്കിലും തീരത്തൊക്കെ അടിയും അതിന്റെ ഭാഗത്തേക്ക് ആരും പോകരുത്, തുടരുത് എന്നുള്ള മുന്നറിയിപ്പുകൾ ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ ഈ തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നു, അത് തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ, ഒഴിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്, മറ്റെന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൻ? ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് വലിയ ശബ്ദത്തോടു കൂടി ഒരു കണ്ടെയ്നർ ഈ തീരത്തേക്ക് അടിഞ്ഞത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരു വലിയ കണ്ടെയ്നർ, അതിൻ്റെ ആ ഭാഗം അത് പൂർണ്ണമായും ഒഴിഞ്ഞ നിലയിലാണ്. അതിനകത്തുള്ള സാമഗ്രികളെല്ലാം തന്നെ കടലിലേക്ക് വീണിട്ടുണ്ട്. വലിയ ശക്തമായ തിരിവുണ്ടായിരുന്നു, ശക്തമായ കടലേറ്റം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ തീരത്തോട് ചേർന്ന് ചെറിയഴിക്കൽ ഭാഗത്തേക്ക് ചേർന്ന് ഈ കണ്ടെയ്നർ എത്തിയത്. ജനങ്ങൾ വലിയ ശബ്ദം കേട്ടുകൊണ്ട് ജനങ്ങളാണ് ആദ്യം ഈ ഇതെന്താണ് എന്ന് നോക്കാൻ വേണ്ടി അവിടേക്ക് വന്നത്. ആ സമയത്ത് വലിയൊരു കണ്ടെയ്നർ, അതായത് കൊച്ചി തീരത്ത് കൊച്ചിയുടെ ആഴക്കടലിൽ മറിഞ്ഞ ആ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറാണ് എന്ന് മനസ്സിലായി. ഉടൻ തന്നെ പോലീസിന് വിവരമറിയിച്ചു. പോലീസ് ആദ്യം ഓച്ചിറ പോലീസും കരുനാഗപ്പള്ളി പോലീസും അവിടേക്ക് എത്തി. പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആൾക്കാരെത്തി. ജനങ്ങളോട് ഒരു കാരണവശാലും അടുത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതിനുള്ളിൽ ജനങ്ങൾക്ക് ദോഷകരമാകുന്ന രീതിയിലുള്ള വസ്തുക്കളുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ചെറിയഴിക്കൽ ഭാഗത്ത് ഒരു കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നു. അതിനി മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ ഇപ്പോൾ തീരത്തടിഞ്ഞിരിക്കുകയാണ്. കൊല്ലം കരുനാഗപ്പള്ളി ചെറിയേഴിക്കൽ തീരത്താണ് അടിഞ്ഞ കണ്ടെയ്നർ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് ഒഴിഞ്ഞ നിലയിലായിരുന്നു. 640 കണ്ടെയ്നറുകളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, ഈ 13 കണ്ടെയ്നറുകളിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒഴിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കണ്ടെയ്നർ അതുകൊണ്ട് നമുക്ക് അതിൽ എന്തായിരുന്നു എന്നുള്ളത് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല.